ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അൺപ്ലാൻഡ് ട്രിപ്പാണ്. നമ്മൾ വാഴവാന്തോളാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ട്രിവാൻഡ്രത്താണ് ഗൈസ്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഒരു മണിക്കൂർ ഏകദേശം എടുത്തിട്ടുണ്ട് ഇവിടെ എത്താനായിട്ട്. പിന്നെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നല്ല ബെസ്റ്റ് ആൾ വീഡിയോ എടുത്തതുകൊണ്ട് എനിക്ക് അടിപൊളിയായിട്ട് കിട്ടി. അത് ഞാൻ എങ്ങും പോസ്റ്റും ചെയ്തിട്ടില്ല. മീൻസ് ഞാനത് റീലായിട്ട് ഇടാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ പിന്നെ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ നല്ലൊരു മെമ്മറീസാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് പട്ടി ഷോ ഒക്കെ ഇറക്കിയതിന് ശേഷം നമ്മൾ അകത്തോട്ട് പോയി. അകത്ത് കയറുമ്പോൾ ഇങ്ങനെ ഒരു വഴി എന്ന് പറയുന്നത് പാറയൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാറ കാര്യങ്ങളുണ്ട്. നടക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ കൊണ്ടുപോയി പോകുള്ളൂ. നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ആകെ 2 പേരാണ് വെള്ളം കൊണ്ടുപോയത്. ഇപ്പോൾ കഴിയുന്നത് ഒരു 2 കുപ്പി ഒരാൾ വെച്ചിട്ട് കൊണ്ടുപോകണം. കാരണം അത്രയും നടക്കാനുണ്ട്. പിന്നെ തണലുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയൊരു ഇത് വരത്തില്ല. മീൻസ് നടക്കുന്ന ഒരു ഫീല് തോന്നത്തില്ല. അപ്പോൾ അവിടെ വെള്ളം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഈ ഒരു സ്ട്രീം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അങ്ങനെയൊക്കെ പോയാൽ പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. പിന്നെ കുറച്ച് നല്ല ലൊക്കേഷൻ കണ്ടപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസും കുറച്ച് വീഡിയോസ് ഷോർട്സും അങ്ങനെയൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളാരും ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഫുഡ് പാഴ്സൽ വാങ്ങിക്കുകയാണ് ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, അവിടെ പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല. അപ്പോൾ നമ്മൾ കയറുന്ന ടൈമിൽ നമ്മൾ ബാഗ് ചെക്ക് ചെയ്ത് അവർ എത്ര പ്ലാസ്റ്റിക് ഉണ്ടോ അതെല്ലാം നമ്മൾ തിരിച്ച് ഇറങ്ങുമ്പോൾ അതേപോലെ ഉണ്ടാവണം കയ്യിൽ, അല്ലെങ്കിൽ അത് ഫൈനാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ പാറേൻ്റെ മുകളിൽ ഇരുന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം അവിടെ അത്യാവശ്യം നല്ല ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമൊക്കെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എനിക്ക് തോന്നിയത്, അന്ന് നല്ല ചൂടും അതുപോലെ നമ്മൾ മാക്സിമം നടന്ന് തളർന്ന ഒരു സിറ്റുവേഷനിലാണ്. എങ്കിൽ പോലും ഒരുപാട് മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതറിയത്തില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഒരു അരമണിക്കൂർ ഇരിക്കാൻ തോന്നും. ആ ഒരു വൈബാണ് അവിടെ കിട്ടുന്നത്. കൊള്ളായിരുന്നു ഗൈസ്. ഇനി കുറച്ചും കൂടെ പോയാൽ നമ്മുടെ മെയിൻ സ്പോട്ട് എത്തും. മെയിൻ സ്പോട്ട് എന്ന് പറയുന്നൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. പിന്നെ കുളിക്കാൻ മാത്രമല്ല, അവിടെ നമുക്ക് ഡ്രസ്സ് മാറ്റാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ പോലീസ് ഗാർഡ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് നല്ല സേഫാണ്. ഫ്ലവറിങ് മുരുത് അപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം പലരും പല വഴിക്ക് അവരുടേതായ തിരക്കുകൾ, ജോലി, അതും ഇതും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ദിവസം പ്ലാൻ ചെയ്ത് പറ്റുന്ന ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു 1 ഡേ ട്രിപ്പ്, മീൻസ് ഒരു ഡേ ഔട്ട് പോയി. നമ്മൾ വാഴവാന്തോളാണ് പോയത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്രയ്ക്കും സേഫ്റ്റിയാണ്. പിന്നെ നമുക്ക് ഈ ഒരു വെയിൽ ടൈമിൽ അവിടെ ഫുള്ള് കാടാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കുറച്ച് നടക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് അറിയില്ല. അല്ലെങ്കിൽ നമ്പരോ എന്തെങ്കിലും ഇവിടെ അടിച്ചാൽ കൊള്ളാം.